റിഷില് കണ്ടതാണ്. നമ്മളിന്ന് വന്നിക്കണ നമ്മൾ രാവിലെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞല്ല, ഒരു ആറ്റിന്റെ കരയിൽ ഒരു അമ്മയും ഒരു കുഞ്ഞിന്റെയും നിലവിളിയും കരച്ചിലുമാണ് ഈ പ്രദേശങ്ങളിൽ കേട്ടുവരുന്നത്. കാരണം വെച്ചാൽ ഒരു 12 മണി കഴിഞ്ഞ ഒരു കുഞ്ഞുങ്ങൾ ഈ പരിസരത്തോട്ട് ഇറങ്ങത്തില്ല. എന്നുവെച്ചാൽ ഒരു അമ്മ തുണിയലക്കുന്നു, ഒരു കുഞ്ഞ് അടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് കണ്ടെന്നും പറയുന്നത് നമ്മളിപ്പം ഓരോരുത്തർ പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷെ ആ സൈറ്റിൽ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ലൈവായിട്ട് ഇന്ന് ഇവിടെ കൊടുക്കാനാണ്. നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടായിരിക്കണം. നമ്മളിന്ന് ആ മേഡത്തിനെയും കുഞ്ഞിനെയും നമ്മളെ കണ്ണിൽ പെടുമെന്നറിയില്ല, നമുക്കെന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് നേരത്തെ കാണാം. ഓക്കെ, ഇതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൈറ്റ് കാണാനല്ല, ഇതാണ് സൈറ്റ് ഉണ്ടല്ലോ. ഓക്കെ, നമ്മളിവിടെ നോക്കണം കേട്ടാ. ഒരു വല്ലാത്ത സ്പോട്ടാണ്. അല്പമൊക്കെ ഒരു പേടി സ്വപ്നമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. നമ്മൾ തിരിക്കാനാണ്. നമുക്ക് എന്ത് സംഭവിക്കുമെന്നോ എന്ത് പറ്റുമെന്നോ നമുക്ക് അറിയില്ല. അതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, നമ്മൾ ജനങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളെ ഈ സൈറ്റിലേക്ക് ഇറങ്ങണം. പിന്നെ നമ്മളെ ക്യാമറമാൻ കണ്ണൻ, നമ്മൾ മൊത്തം 4 പേരുണ്ട് ഈ ക്യാമറ ഒക്കെ എടുക്കുന്നത്. ലൈറ്റ് നമ്മളെ വീഡിയോയിലേക്ക് ഇറങ്ങുന്നു. വെൽക്കം. പുള്ളിക്കാരൻ പറഞ്ഞെങ്കിലും നമുക്ക് വിചാരിച്ചു ഇവിടെ നമ്മൾ വന്നപ്പോഴും ഒരു നെഗറ്റീവ് അങ്ങോട്ട് പോകുമ്പം എന്താണ് സംഭവിക്കുന്നത് പോണ വഴിയില് ഒരു ഇഷില് കണ്ടതാണ്. പക്ഷെ ഒരു രൂപത്തെയൊക്കെ ഇവിടെ കണ്ടു. പക്ഷെ ഇവര് വരുന്ന വഴിക്ക് ഒരു കണ്ടർ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു രൂപം പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയതുപോലെ ഒരു ഷാഡോ. അതുകൊണ്ട് ഇവിടെ ഇതിന്റെ വീഡിയോ എടുക്കാൻ നമ്മളിവിടെ സ്റ്റക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. കർഷകരെ കണ്ടല്ല, ഞങ്ങള് ഒരുപാട് കല്ലറകളെല്ലാം ധർണം ചെയ്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വഴിയിൽ വയൂര രൂപത്തിലാണ് കിടക്കുന്നത്. കണ്ടല്ല കർഷകരെ, ഞങ്ങൾ കണ്ടല്ല. നമ്മൾ ഇത്രയും റിസ്ക് എടുത്താണ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ വന്നപ്പോൾ ഇവിടെ ഒരു അനക്കവും ചലഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഭയന്ന്, പക്ഷെ എന്താണെന്നല്ല നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നു. നിങ്ങൾ കണ്ടല്ലോ, വലിയൊരു സംഭവം നടക്കുന്നു.
നമുക്ക് തന്നെ അതിന് എന്ത് ചെയ്തിട്ട് നമ്മളൊരു ഇതിൽ നിൽക്കാനാണ്. ഇതുകൂടെ കണ്ടപ്പോൾ നമ്മൾ ആകപ്പാടെ ഇവിടെ ഒരു ചെറിയൊരു അനക്കവും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ജീവനിൽ തന്നെ ഭയമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും നമ്മൾ ഇവിടുത്തെ എന്താണെന്ന് പുറലോകം നമ്മൾ അറിയിക്കും, സത്യമാണോ സത്യമല്ലേ എന്ന്. നമ്മൾ ബാക്കിൽ നിന്ന് പിന്തുടരും. നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും കോരിച്ച് കഴിയുന്ന മഴയത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കണം വേണ്ടി ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാണ്. ഇവിടെയാണ് ആ സ്ത്രീ തുണി അലക്കുന്നത് പറഞ്ഞ സ്ഥലം. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്തേക്ക് 10 മിനിറ്റ് ശേഷം ആരും ഇവിടെ വരാറില്ല. അലർച്ച കേൾക്കാറുണ്ട്. അത് കഴിയുമ്പോൾ അലക്കിന്റെ ശബ്ദം കേട്ടിട്ട് ഭയങ്കരമായിട്ട് അലറുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ സ്പോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡേഞ്ചറായ സ്ഥലത്താണ്. ഇവിടെയാണ് ഈ സ്ത്രീ നിരന്തരം തുണി അലക്കുന്നതെന്ന് പറയുന്നതും കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കുന്നത് പറഞ്ഞ ഈ ലൊക്കേഷനിലാണ്. ആ ലൊക്കേഷനിലാണ് സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ആ സ്ത്രീ വന്നൊരു നമുക്ക് തന്നെ ഭയമായിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ആ സ്ത്രീ തുണി അലക്കി കറക്കൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെയാണ് കുഞ്ഞിന്റെ കരച്ചിലും വിളികളും നിരന്തരം ഇതിലൂടെ ആറ്റിന്റെ കരയ്ക്ക് ഒരു 10-11 മണി കഴിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾ ഇതിൽ പോകത്തില്ല. കാരണം ഇവിടെ ഭയങ്കര ശല്യമാണ്. ഒരു കുഞ്ഞിന്റെ കരച്ചിലാണ് കേൾക്കുന്നത്. പിന്നെ ആ സ്പോട്ടിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ ഭയന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കണ്ടല്ല. ഇവിടെ എത്താൻ പറയാൻ ഞങ്ങൾ തന്നെ ഒരു പേടി തൊട്ടാണ് നിൽക്കുകയാണ്. ധാരാളമായി വണ്ടികളും ഇതൊക്കെ കണ്ടി ഞങ്ങൾ ആകപ്പെടാൻ ഭയന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇവിടെയാണ് കുഞ്ഞിന്റെ കരച്ചിലും അമ്മയുടെ നിലവിളിയും കേൾക്കുന്ന ആ ഒരു സൈഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കണ്ടല്ല, ഞങ്ങളും ആകപ്പാടെ ഞങ്ങളും വരെ ഇപ്പോൾ ഭയന്നാണ് ഈ മഴയത്ത് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ ഈ മഴയത്ത് നിൽക്കാനാണ്. അതല്ല, ഭയങ്കര വെള്ളപ്പെട്ട സ്ഥലമാണ്. ഞങ്ങളെ ഭയന്നാണ് നിൽക്കുന്നത്. അതെയാടാ, നിങ്ങൾ കണ്ടതാണല്ലോ. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം നമ്മൾ റോഡിൽ മരിച്ചുകൊണ്ട് അതുകൊണ്ടാണ് കയറിയിരിക്കുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു സാധനം കാട്ടിൽ പോയി നിങ്ങൾ കണ്ടായിരുന്നല്ലോ. കാല് നല്ല പ്രോബ്ലം ഉണ്ട്. ഹായ് സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ വീഴുന്നത് നമ്മളെ കൂടെ ഈ നാട്ടിൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ ആള് ഫ്ലോ നിൽക്കും പേടിച്ച്. നോക്കി അങ്ങോട്ട് എന്താണ് നല്ല ഭയം ഞാൻ. കാരണം നിങ്ങളുടെ ഓട്ടോ കണ്ടപ്പോഴേ ഞാൻ ഈ ലൈറ്റ് കൊണ്ട് ഓടി. നമ്മൾ മേടിച്ചു നിങ്ങളെ ഞാൻ ഇങ്ങനെ സംഭവിച്ചു വിചാരിച്ചു ഞാൻ വരികയായിരുന്നു. അല്ലെങ്കിൽ ഇത് ഒരു വല്ലാത്തൊരു സ്ഥലമാണ്. ചോർത്തി താത്തോടി നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വിചാരിച്ചതുപോലെ എൻ്റെ പിടുത്തായി കിട്ടണം. കാരണം ഇവിടെ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ജോലിക്ക് വന്നില്ലെങ്കിൽ അവതരണത്തിലാണ്. അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഉപകരിക്കലാണ്. അപ്പൊ ഞാൻ വീഴുന്നത് മൊത്തം ഇതായിപ്പോയി. കാലൊക്കെ ഒരുപാട് മൂന്ന്. ഇവിടെ എന്തായാലും ഇവിടെ ഭയങ്കര ശല്യമാണ്. നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് അപ്പുറത്തേട്ട് ഇതിനെക്കാട്ടിയും ഡേഞ്ചറായ സ്ഥലങ്ങളുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ എന്താ പറയാ, ഞങ്ങളെ ലൈറ്റ് അറേഞ്ച്മെന്റിന്റെ ആൾക്കാരൊക്കെ ഓടി. പിന്നെ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് വലുതായിട്ടൊന്നും പറ്റിയില്ല. നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോകും. വിട്ടുകൊടുക്കത്തില്ല. കൂടെ തന്നെ വരും. കട്ടക്കിയാണ്. സത്യം പറഞ്ഞാൽ വന്ന വഴി നമ്മൾ മറന്നു. ഈ വെപ്രാളത്തിനിടയിൽ ഇവിടെ ഈ പുള്ളി നാട്ടുകാരാണ്. പുള്ളിക്ക് ഒരു വഴി തെറ്റിപ്പോയി പേടിച്ചിട്ട്. അപ്പൊ നമ്മളൊരു കണ്ടല്ലോ കാടാണ്. നമുക്ക് എങ്ങനെയാണ് പുറത്തു കിടക്കണമെന്ന് പോലും അറിയത്തില്ല. നമ്മൾ വന്ന വഴിയല്ല അത്. ഇനി എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല. അപ്പോഴേ നമ്മളെ ഫ്രണ്ട് സുരേഷ് സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ പെട്ടു നിൽക്കാനാണ്. ഏത് വഴി കൂടെ പോട്ടെ, എവിടെ കൂടെ പോട്ടെ ഇനി നമുക്ക് പുറത്തു കിടക്കാൻ ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. അത് എവിടെ ചെന്ന് എത്തുമെന്ന് പോലും നമുക്കറിയില്ല. എന്നാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ നമ്മള് ഒരുവിധം ഈ കാട്ടിന്റെ അകത്തൂടെ ഒക്കെ കയറി ഞങ്ങളെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
നിങ്ങൾ നമ്മളെ ഈ പാവപ്പെട്ട ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇനിയും ഒത്തിരി ഇതുപോലെ കഷ്ടപ്പെട്ട് ഓരോ വീഡിയോയിൽ നിങ്ങളെ മുമ്പേ നമ്മൾ എത്തിക്കും. നിങ്ങളുടെ എല്ലാ കട്ട സപ്പോർട്ടും ദൈവത്തിന് സാക്ഷി നിർത്തി ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ ഇല്ലേ വെച്ചാനെ. അതെ, ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നതല്ലേ. അപ്പം നിങ്ങളെ ഫുൾ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കനൊക്കെ അടിച്ചമർത്തുക. അപ്പം ബായ്, അടുത്ത വീഡിയോ വരുന്നത് വരെ.